വെൽക്കം ടു കൊച്ചു ഫാമിലി. ഞങ്ങളിത് ഇപ്പോൾ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കിൽ വന്നേക്കാണ്. അപ്പം പിള്ളേരെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്, ഇന്നിപ്പം ഗാന്ധി ജയന്തി ആയതുകൊണ്ട് അപ്പോൾ അവധിയൊക്കെ അല്ലേ, അപ്പം പിള്ളേരെയും കൊണ്ടൊന്ന് ഔട്ടിങ് ഒന്ന് പുറത്തേക്ക് ഒന്ന് പോകാമെന്ന് വെച്ചു. അപ്പം അതിൻ്റെ ചെറിയൊരു വ്ലോഗാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിനടുത്തുള്ള മുനിസിപ്പൽ പാർക്കിലാണ്. നല്ല രീതിയിൽ സായാഹ്നം ചെലവഴിക്കാൻ പറ്റിയ, അതായത് ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ടും വന്ന് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് നല്ല രീതിയിൽ നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് നമ്മളുടെ ഈ കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിനടുത്തുള്ള ഈ ഒരു മുനിസിപ്പൽ പാർക്ക്. കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മുനിസിപ്പൽ പാർക്കിലേക്ക്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 5 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് 12 രൂപയും മുതിർന്നവർക്ക് 24 രൂപയുമാണ് ഇവർ ചാർജ് ഈടാക്കുന്നത്. പാർക്കിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം റൈഡ്സുകളാണ് ഇവർ കുഞ്ഞുങ്ങൾക്കായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് വലിയ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന രീതിയിലും തീരെ പൊടിക്കുഞ്ഞുങ്ങൾക്ക് പോലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൈഡ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ ധാരാളമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ, അതായത് കുഞ്ഞുങ്ങൾക്കൊരു 1 വയസ്സിന് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾ മുതൽ നല്ല രീതിയിൽ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് അവർ ഈ ഒരു പാർക്കിനെ നല്ല രീതിയിൽ അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി ഫോട്ടോഷൂട്ടിന് പറ്റുന്ന ഒരു പ്ലേസ് കൂടിയായിട്ട് വേണം നമുക്ക് നമ്മുടെ ഈ മുനിസിപ്പൽ പാർക്കിനെ കൺസിഡർ ചെയ്യാം. കോട്ടയത്തുള്ളവർക്ക് അറിയാം പഴയ ആ ഒരു പാർക്കിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതും ഇപ്പോഴത്തെ നമ്മുടെ പാർക്കിൻ്റെ ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളതും നമ്മുടെ കോട്ടയംകാർക്ക് നല്ല രീതിയിൽ മനസ്സിലാകും. അത്രത്തോളം ഒരു മാറ്റമാണ് നമ്മുടെ ഇപ്പോഴത്തെ പാർക്കിന് വന്നിരിക്കുന്നത്. ഇപ്പം സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ശാസ്ത്രി റോഡെന്ന് പറയും, നമ്മുടെ ശാസ്ത്രി റോഡായിട്ട് ഇതുപോലൊരു ഫുഡ് സ്ട്രീറ്റ് നല്ലൊരു ആംബിയൻസിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആക്ച്വലി ഞങ്ങൾ കോട്ടയത്ത് വരുമ്പം ഈ ഒരു സ്പോട്ടാണ് ഞങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. കാരണം നല്ല രീതിയിൽ ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി 2-3 ഡിഷസൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ പതുക്കെ കുറച്ച് സമയം എടുക്കും. ഇവിടെ എന്തായാലും ഒരു 5 മിനിറ്റൊക്കെ ടൈം എടുക്കും നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം ഫുഡ് വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം ഇപ്പോൾ സമയം ഒരു 8 മണി 8:30 അടുത്തായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പല രീതിയിൽ ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്നാൽ മതി. അതായത് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഫുഡ് സ്പേസാണിത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും വീഡിയോ കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുകൂടി മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.